ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ തിരുസന്നിധാനത്തിനരികിൽ ഒരു നിമിഷം നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നാണ്. തുടർന്നുള്ള വചനങ്ങളിൽ വരുന്നത് ഒരു വ്യക്തിയെ ആഗ്രഹത്തോടുകൂടി നോക്കുന്നവർ പോലും പാപം ചെയ്യുന്നു എന്നാണ്. ഒരുവൻ്റെ കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ അത് തുരന്നെടുത്ത് കളയണമെന്ന് വരെ ഈശോ വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ നിയമസംഹിതയിലേക്ക് നോക്കുമ്പോൾ വ്യഭിചാരം എന്നൊരു തെറ്റ് തന്നെ ഇല്ലാത്തതുപോലെയാണ്. ലോകം ഇപ്പോഴും സദാചാര പോലീസിങ്ങും ആൾക്കൂട്ട ആക്രമണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ പരസ്പര സമ്മതത്തോടെയുള്ള എല്ലാ വിധത്തിലുള്ള ശാരീരിക ബന്ധവും നിയമാനുസൃതമാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ഈശോ അന്നേ പറഞ്ഞു വെച്ചു, ആസക്തിയോടുകൂടി ഒരു വ്യക്തിയെ നോക്കുന്നത് പോലും പാപമാണെന്ന്. എന്നിട്ടും അവൻ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൂട്ടുനിന്നുമില്ല. മനുഷ്യൻ്റെ ശരീരവും മനസ്സും ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ സ്വയം മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലേക്കും നമുക്കൊന്ന് മനസ്സിനെ എത്തിക്കാം. നമ്മുടെ തല, നമ്മുടെ ശിരസ്, മുഖം, അങ്ങനെ ഓരോ ശാരീരിക ഭാഗങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പാപത്തിൻ്റെ അസഹിഷ്ണുതയിലേക്ക് നയിക്കുന്നത് ഏത് അവയവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും പാപം പിറക്കുന്നത് ചിന്തയിൽ നിന്നാവും. ആ ചിന്തയെയാണ് നമ്മൾ വിശുദ്ധീകരിക്കേണ്ടത്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരഭാഗങ്ങൾ മലിനമാക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശ്രീകോവിലിലുള്ള, നമ്മുടെ മനസ്സിൻ്റെ സക്രാരിയിലുള്ള ആ കുഞ്ഞ് മനസാക്ഷി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേദനിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ നല്ല തമ്പുരാൻ സ്വന്തം ശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തന്ന് നമ്മളെ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കണം. എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ അഭിരമിക്കുന്നത് എൻ്റെ സുഖത്തിന് വേണ്ടിയാണോ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എത്രമാത്രം സമർപ്പണം കാത്തു സൂക്ഷിക്കുന്നുണ്ട്? എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ സമർപ്പണം ചെയ്യുമ്പോഴാണ്, സമ്പൂർണമായി അർപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിന് യോജിച്ച വിധവും രക്ഷാകരവുമാകുന്നത്. നമ്മുടെ ഓരോ ബന്ധങ്ങളെയും കുറിച്ച് നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയുടെ ആ പരിശുദ്ധിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ നമുക്ക് ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കാം. അശുദ്ധമായതൊന്നും എന്നെ സ്പർശിക്കാതിരിക്കാനുള്ള കൃപ എൻ്റെ ജീവിതത്തിന് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് സമർപ്പിച്ച്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സമർപ്പിച്ച്, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും നന്മയും സ്നേഹവും കാക്ഷിച്ച് സമാധാനപൂർണമായ ഒരു ജീവിതമായിരിക്കാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ശരീരം, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ മനുഷ്യ ജീവിതം അങ്ങയുടെ കരുണയാൽ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.